പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ഫോർട്ട് വോക്കേഴ്സ് ക്ലബ്ബും സംയുക്തമായി വേൾഡ് ഗ്ലോക്കോമ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി നടത്തും. 15 രാവിലെ 8 മണിക്ക് കോട്ടമൈതാനത്തു നിന്നും KSRTC ബസ് സ്റ്റാൻഡ് വരെയാണ് റാലി നടത്തുക. ഗ്ലൂക്കോമ ഇല്ലാത്ത ലോകത്തിനായി ഒരുമിച്ചെന്നതാണ് ആശയമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്ന രീതിക്ക് വേൾഡ് ഗ്ലൂക്കോമ വീക്ക് 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഈ വർഷവും കൊമമറേഷൻ ആയിട്ട് വരുന്നത്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യവും പാലക്കാട് വിവിധതരം പ്രോഗ്രാംസ് ഉണ്ട് പബ്ലിക്കിനെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് 15-ാം തീയതി രാവിലെ കോട്ടമൈതാനത്തു നിന്നും KSRTC സ്റ്റാൻഡ് വരെ ഒരു ബിഗ് റാലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, ഞങ്ങളെല്ലാ വിങ്ങുകളും പ്ലസ് ഫോർട്ട് വർക്കേഴ്സ് ക്ലബ്ബും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ റാലി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ മർദ്ദം, അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് നോർമലി നമുക്ക് ബോഡി പ്രഷർ ഉള്ള പോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഇരുവശങ്ങളിലെ സൈഡിൽ കാഴ്ചകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തിരിക്കണം. അതിന് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ യൂസ് ചെയ്ത് ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാൻ പറ്റും, സർജറി ചെയ്ത് ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു വിദഗ്ധമായ ഡോക്ടറിൻ്റെ ഒരു എപ്പോഴും ഫോളോ അപ്പ് വേണം. നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഗ്ലോക്കോമ ഉള്ള ഒരാൾ എപ്പോഴും കണ്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഗ്ലോക്കോമ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ കൂടാം. പാരമ്പര്യമായിട്ട് വരാം. നമുക്ക് വീട്ടിലുള്ളവർക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മുത്തച്ഛന്മാർക്ക് ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാം. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ബ്രെയിനിൽ വേറെ എന്തെങ്കിലും സർജറീസ് എന്തെങ്കിലും ചെയ്തതിന് ശേഷം കണ്ണിലേക്ക് പ്രഷർ വരാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് നോർമലി നമ്മുടെ കണ്ണുനീര് വരാനുള്ളത് ഡ്രെയിനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഷർ കൂടി നമുക്ക് വരാം. മെയിനായിട്ട് നമ്മുടെ കണ്ണിനുള്ളിൽ ഞരമ്പുകൾക്ക് വീക്കം വരും. ആ വീക്കം വരുമ്പോഴാണ് നമുക്ക് കാഴ്ചക്കുറവ് ഉണ്ടാവുക. അത് തടയാൻ വേണ്ടി നമുക്ക് റെഗുലറായിട്ടൊരു ഫോളോ അപ്പ് വേണം. അഹല്യ ഡയറക്ടർ ഡോക്ടർ സജീവ് ചെറിയാൻ, ജേക്കബ്, ഡോക്ടർ രാജകുമാർ മഹേശ്വരി, ഐ കെയർ മാനേജർ അഭിജിത്ത്, അഡ്മിൻ ജസ്റ്റിൻ എന്നിവർ സമ്മേളനത്തിൽ സംസാരിക്കും. അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ശിവപ്രകാശ്, അഡ്മിൻ ജസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.